ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അമ്പഴങ്ങ അച്ചാറാണ്. ഇത് അമ്പഴങ്ങയാണ്. ഇല്ലെങ്കിൽ ചെറിയ അമ്പഴങ്ങ നോക്കി വാങ്ങണം. ഈ ചെറിയ അമ്പഴങ്ങയാണ്. ഈ അമ്പഴങ്ങനെ 4 കഷ്ണങ്ങൾ ഇത് കഷ്ണമാക്കി എടുത്തതാണ്. 4 കഷ്ണങ്ങളാക്കി തലേന്ന് ഉപ്പിലിട്ട് വെച്ചതാണ്. ഉപ്പ് വെള്ളത്തിലല്ല, ഇത് മുറിച്ച് അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് വെച്ചതാണ്. ഇതിനെ നമ്മൾ അച്ചാറാക്കാൻ വേണ്ടതെന്നല്ല വെച്ചാൽ, ഇത് പിരിയൻ മുളകാണ്. അതായത് എരിവ് കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മുളകെടുക്കാം, സാധാരണ ഇത് ചുവന്ന മുളകെടുക്കാം. ഇത് പിരിയൻ മുളകാണ്, എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം, പിന്നെ 2 ടേബിൾ സ്പൂണ് കടുക്, 2 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ ഞാനിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാൻ സാധാരണ ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് അരക്കാം. പിന്നെ ഒരു 2 മാസമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം രാത്രി അത് തണിയാൻ വെച്ചിട്ട്, അത് തണിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെ നന്നായി തണിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെ അതും ചേർത്ത് വേണം അരച്ചെടുക്കണമെങ്കിൽ. ഇപ്പോൾ ഇത് ഞാൻ സാധാരണ വെള്ളം കൂട്ടി അരച്ചെടുക്കാം. അതായത് പിരിയൻ മുളകും മഞ്ഞൾപ്പൊടിയും കായം കടുക്, ഈ 4 സാധനം ചേർത്ത് ഞാൻ വെള്ളം കൂട്ടി അരച്ചെടുക്കുന്നത്. നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. വേണ്ടതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി, എല്ലാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ട് അതിന് വേണ്ടത് മാത്രം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പിലിട്ട് വെക്കുമ്പോൾ അതിലേക്ക് തന്നെ നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഉണ്ടല്ലോ, നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.